നമ്മൾ ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചർച്ചകൾ നടത്തി. പല മത്സരങ്ങൾ, ഇന്ത്യൻ മത്സരങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ചർച്ചകൾ നടത്തി. ഇപ്പം എനിക്ക് മനസ്സിൽ തോന്നിയൊരു ചോദ്യമാണ്, ശരിക്കും ഈ ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിലാണോ നടക്കുന്നത് അതോ ദുബായിലാണോ നടക്കുന്നത്? അതെ, ഇപ്പം എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനിൽ പേര് മാത്രമേ ഉള്ളൂ. ചാമ്പ്യൻസ് ട്രോഫിയുടെ പ്രധാന മത്സരങ്ങൾ നടക്കുന്നത് ദുബായിലായിട്ടുണ്ട്. ഇപ്പം ഇന്ത്യ ഫൈനലെത്തിയോടെ 15 മത്സരങ്ങളാണ് ചാമ്പ്യൻസ് ട്രോഫിയിലുള്ളത്. അതിൽ 10 മത്സരം പാകിസ്ഥാനിലും ഇപ്പം ഇന്ത്യ ഫൈനലെത്തിയോടെ 5 മത്സരങ്ങൾ ദുബായിലേക്ക് മാറിയിട്ടുണ്ട്. അതിൽ പാകിസ്ഥാനിൽ നടന്ന 10 മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ 3 മത്സരങ്ങൾ മഴ മൂലം ഉപേക്ഷിക്കപ്പെട്ടു. പിന്നെ 7 മത്സരമാണ് പാകിസ്ഥാനിൽ നടന്നത്. 7ഉം ഇപ്പം വരുന്ന 5ഉം. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കാണികളുണ്ടായിരുന്നത് എവിടെയാണെന്ന് നോക്കിയാൽ ദുബായിലെ മത്സരങ്ങൾ തന്നെയാണ്, ഇന്ത്യൻ മത്സരങ്ങൾ തന്നെയാണ്. ഇപ്പം ഫൈനലിലൂടെ എത്തുന്നതോടെ പാകിസ്ഥാന് പൂർണ്ണമായ ഒരു നിരാശപ്പെടുത്തുന്ന ഒരു ഇതാണ്. അപ്പം അത് മാത്രമല്ല, നമ്മൾ ഈ ഗ്രൂപ്പ് ഘടക മത്സരത്തിലായാലും 1-2 മത്സരങ്ങൾക്ക് മാത്രമേ കാണികൾ കൂടുതലായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പാകിസ്ഥാൻ്റെ മത്സരമല്ലാത്ത മത്സരങ്ങൾക്ക് ഇംഗ്ലണ്ടിനും പിന്നെ ഓസ്ട്രേലിയൻ ഒരു മത്സരത്തിൽ മാത്രമാണ് കൂടുതൽ കാണികൾ എത്തിയത്. അതൊരു മികച്ച മത്സരം തന്നെ. അതെ, അതിൻ്റെ ആവേശം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇന്ത്യ ഫൈനലെത്തിയോടെ പിന്നെ പാകിസ്ഥാൻ ടൂർണമെൻറ്റിൽ പുറത്തായതോടെ തന്നെ ആ ഒരു ആവേശം, ചാമ്പ്യൻഷിപ്പുടെ ആവേശം പാകിസ്ഥാൻ നഷ്ടമായിട്ടുണ്ട്. ഒരുപക്ഷെ ഫൈനലിലേക്ക് എത്തുന്നത് പിന്നെ ഇന്ത്യൻ ടീം ആയിരുന്നില്ല എങ്കിൽ കൂടി മത്സരം നടക്കുന്നത് പാകിസ്ഥാനിലായിരിക്കും. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ന്യൂസിലാൻഡും ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന മത്സരം ജയിക്കുന്നവർ ഓസ്ട്രേലിയയോടായിരുന്നു ഏറ്റുമുട്ടുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ കൂടി വലിയൊരു ആരാധകരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ഇന്ത്യ ഇവിടെ കളിക്കുന്നുണ്ടെങ്കിൽ അത് അല്ല, അതിനുള്ള ഉദാഹരണമാണ് ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്ക മത്സരം. കിടക്കുന്ന ഗാലറിയാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായും ഇപ്പം ഇവിടുത്തെ പിന്നെ ആഭ്യന്തര ക്രിക്കറ്റിൽ ഇതിനേക്കാൾ ആൾക്കാർ രഞ്ജി ഫൈനൽ കാണാൻ വരെ ഇതിനേക്കാൾ ആൾക്കാരുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. തീർത്തും നിരാശപ്പെടുത്തുകയാണ്. ഒരു 1996 ശേഷം ഒരു ICC ഇവന്റ് പാകിസ്ഥാനിലേക്ക് വരുന്നു. ഏറെ ആഘോഷിക്കപ്പെടുന്ന കരുതിയ ഒരു ഈവെന്റിന് ആദ്യം തന്നെ പാകിസ്ഥാൻ പുറത്താവുന്നു. അതിന് മുന്നേ തന്നെ മറ്റു പല ടീമുകളുടെ മത്സരത്തിന് കാണികൾ തിരിഞ്ഞു നോക്കാതെ ആവുന്നു. നേരെ മറിച്ച് ദുബായിലെ മത്സരങ്ങൾക്കാണെങ്കിൽ ടിക്കറ്റുകളൊക്കെ മിനിറ്റുകളൊക്കെ വിറ്റഴിഞ്ഞു പോവാണ്. പിന്നെ ഇന്ത്യയുടെ മത്സരങ്ങൾ സെമിഫൈനലും ഫൈനലും ഇപ്പൊ ഫൈനലിന്റെ ടിക്കറ്റുകൾ 2 മണിക്കൂറിനുള്ളിൽ വിറ്റ് തീർന്നു. അതെ, അതാണ് ഇപ്പം ടൂർണമെന്റ് ഫൈനലും സെമി അവിടെ നടക്കുന്നത് ഇന്ത്യയുടെ മത്സരത്തിനനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. ആ ഇന്ത്യ അടുത്ത് ക്വാളിഫൈ ചെയ്യുന്നു അറിയുമ്പോഴേക്ക് സെമിഫൈനൽ ടിക്കറ്റുകൾ വിറ്റഴിയുന്നു, ഫൈനലിലേക്ക് എത്തി വരുമ്പോഴേക്ക് അപ്പോൾ തന്നെ ടിക്കറ്റുകൾ വിറ്റഴിയുന്നു. അങ്ങനെ അവിടെ വലിയ പ്രീതി ലഭിക്കുമ്പം പാകിസ്ഥാനിലേക്ക് അതിൻ്റെ ഒരു ഏത് അയൽവക്കത്ത് വരെ എത്തുന്നില്ല എന്ന് നമുക്ക് നിരാശപ്പെടുത്തണമെന്ന് പറയേണ്ടി വരും. തീർച്ചയായും. ഇപ്പോൾ നമുക്ക് പറയാം 1996 ശേഷം ഒരു ICC ഇവന്റ് നടക്കുക എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് വലിയ പ്രതിസന്ധിയാണ്. ഒരുപാട് ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇത് അവരുടെ ക്രിക്കറ്റിന് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഗുണം അല്ലെങ്കിൽ നേട്ടം ലഭിക്കുക എന്നതായിരിക്കും ഒരുപക്ഷെ ക്രിക്കറ്റ് ബോർഡെല്ലാം പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് നേരെ വിപരീതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അതില് അവരുടെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ പ്രകടനത്തിനും പങ്കില്ല എന്നുള്ളതാണ് എൻ്റെ സംശയം. നമ്മളിപ്പം ICC ടൂർണമെന്റ് തുടങ്ങി ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങുന്നതിന് മുന്നേ തന്നെ പാകിസ്ഥാൻ ഈ ചർച്ച തുടങ്ങിയിരുന്നു. പക്ഷെ അത് പോസിറ്റീവ് ചർച്ച ആയിരുന്നില്ല. സ്റ്റേഡിയങ്ങൾ ഒരുങ്ങിയില്ല, സ്റ്റേഡിയങ്ങളെല്ലാം അവസാനം ശരിക്കും സമയത്തേക്ക് എത്തില്ല എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകളാവുന്നത്. വിവാദങ്ങളോട് മാത്രമായിരുന്നു ആ ചർച്ച നടന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയും വലിയൊരു ഈവന്റ് പിന്നെ പാകിസ്ഥാൻ ആതിഥേയം വഹിക്കുന്നു. ആ ഒരു മികച്ച ടീമിനെ കൊണ്ടുവരാൻ വരെ പാകിസ്ഥാന് കഴിഞ്ഞില്ല. ഒരു മികച്ച ഗെയിം പ്ലാൻ ഇല്ലാതെയായിരുന്നു. മുൻ താരങ്ങളൊക്കെ എല്ലാ താരങ്ങളും വിമർശിച്ചിട്ടുണ്ടല്ലോ. ഒരു അഡീഷണൽ സ്പിന്നർ ഇല്ലാത്ത ഒരു ടീമിനെ പ്രഖ്യാപിച്ചു. എന്തിനാണ് ഇങ്ങനെ ടീമിനെ പ്രഖ്യാപിച്ചതെന്നാണ് പാകിസ്ഥാൻ്റെ മുൻ താരങ്ങൾ ഷോയബ് അക്തറിനെ പോലുള്ള ഇതിഹാസ താരങ്ങളൊക്കെ പറഞ്ഞെന്തൊക്കെയാണ് നമുക്കറിയാം. അവരെ പിന്നെ മുൻ നായകനും ഇപ്പോഴത്തെ നായകനും ഒക്കെ രൂക്ഷമായ ഭാഷയിൽ അവർ വിമർശിച്ചത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം, ആ ഒരു ക്രിക്കറ്റ് ബോർഡ് എങ്ങനെയാണോ പിന്നെ ടീമിനെ ഇറക്കിയത്, ആ കളി അവരങ്ങനെയാണ് കളിച്ചത്. അതിനേക്കാൾ പരിതാപകരമായിരുന്നു സംഘാടനത്തിലെ കാര്യങ്ങളെന്ന് പറയേണ്ടി വരും. സംഘാടനത്തിൽ എന്ന് പറഞ്ഞാൽ സ്റ്റേഡിയങ്ങളൊക്കെ ഒരുങ്ങി മത്സരങ്ങളൊക്കെ നടന്നു. ഇപ്പോൾ സുരക്ഷയുടെ വീഴ്ചകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടി പക്ഷേ ഈ പറയുമ്പം കാണികൾ എത്തിക്കാനോ അല്ലെങ്കിൽ ആ ഒരു പ്രീതിയിലേക്ക് എത്തിക്കൊണ്ടുവരാൻ ഇത് കഴിഞ്ഞിട്ടില്ല. അല്ല, കാണികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉദ്ഘാടന മത്സരത്തിന് അത്യാവശ്യം കാണികൾ കളി കാണാനുണ്ടായിരുന്നു. നമ്മളത് അന്നത്തെ ഒരു ചർച്ചയിൽ ഇത് ചർച്ച ചെയ്തതാണ്. കാരണം അവിടുത്തെ ഒരു ക്രിക്കറ്റ് ആരാധകരുടെ ഒരു ആവേശം ഇതൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ആ മത്സരത്തിൽ 60 റൺസിന് പരാജയപ്പെട്ടതോട് കൂടിയിട്ട് മുഴുവൻ ആവേശം തുടങ്ങി എന്നുള്ളതാണ്. അതൊരു കാരണമായിരിക്കില്ല. അതായത് ആ ഒരു മത്സരത്തിന് ശേഷം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു വളരെ രസകരമായിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട് ആരാധകർ പറഞ്ഞത്. ഇപ്പോൾ പാകിസ്ഥാൻ പുറത്തായതിനു ശേഷം അവിടെയുള്ള ഒരു ആരാധകൻ പറയുന്നത് ഒരു വിവാഹത്തിന് പങ്കെടുക്കുന്ന ഒരു പോലെയാണ്. എങ്ങനത്തെ, അതായത് അവിടെയുള്ള വധുവിനെയും വരനെയും ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ, അതായത് സ്വന്തം ടീം പരാജയപ്പെട്ട് ഒരു ഇതിലേക്ക് പോകുന്ന ഒരു അവസ്ഥ. മറ്റുള്ള ടീമുകൾ എങ്ങനെ കളിക്കുന്നു ഉള്ളത് നമ്മളെ സംബന്ധിച്ച് പ്രധാനമല്ല എന്നുള്ളതാണ് ആരാധകരെ പറയുന്നത്. ഇത് ആരാധകരെ പോലും ഇങ്ങനെ പറയിപ്പിക്കുന്ന അത്രയും മോശം ഒരു അവസ്ഥ. ഇപ്പൊ ഷഹീൻ അഫ്രീദിക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ വന്നിരുന്നു. അപ്പൊ ഷഹീൻ അഫ്രീദിയെ
ആരാധകർ തന്നെ ചീത്ത വിളിക്കുന്ന അവസ്ഥ മത്സരത്തിന്റെ ഇടയിൽ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പാക് ക്രിക്കറ്റിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് ഈ ടീം ഫോം വാങ്ങിയാൽ ആരാധകർ ചീത്ത വിളിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. പണ്ടൊക്കെ പറഞ്ഞാൽ ഇന്ത്യയോടുള്ള നിർണായക മത്സരങ്ങൾ തോക്കുമ്പോഴൊക്കെ ആയിരുന്നു ഈ വിമർശനം ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഒന്നാം മത്സരത്തിൽ ന്യൂസിലാൻഡോട് തന്നെ വലിയൊരു തോൽവിയാണ് പാകിസ്ഥാൻ ഏറ്റുവാങ്ങേണ്ടത്. പിന്നെ രണ്ടാം മത്സരം ദുബായിലായിരുന്നു നമ്മുടെ ഇന്ത്യയോട് കളിച്ചത്. പക്ഷേ അവിടുന്ന് തോറ്റപ്പോൾ തന്നെ ടൂർണമെൻറ്റിൽ പുറത്തായി ഉറപ്പായി. അവിടെ തന്നെ പാക് ആരാധകരൊക്കെ ഈ ടൂർണമെൻറ്റിന് കൈവിട്ടു തന്നെ പറയേണ്ടി വരും. പിന്നെ അവർക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. നമ്മുടെ ടീം കളിക്കുന്ന കാണാനായിരിക്കുമല്ലോ. പക്ഷേ ഈ ഇന്ത്യയിൽ ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളിൽ ഈ ചാമ്പ്യൻസ് ICC ടൂർണമെൻറ്റ് നടക്കുമ്പോൾ ആ ആദ്യ രാജ്യങ്ങളിൽ അല്ലാത്ത മത്സരങ്ങൾക്കും ആൾക്കാർ ഉണ്ടാവാറുണ്ട്. അവിടെ എന്ത് നടക്കുന്ന അറിയാനുള്ള ഒരു കാണികൾക്കൊരു ആവേശം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പം പാകിസ്ഥാനിലെ ഇതിപ്പോൾ ഈ രണ്ടാമത്തെ സെമി ഫൈനലൊക്കെ എടുത്ത് നോക്കിയാൽ ഓരോ ഗാലറിയിലും വിരലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒരു ബൗണ്ടറിയിൽ കാണുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ആ കാണികൾ RP വീഡിയോ താരങ്ങൾക്കൊരു എന്താണ്ട് വെറുതെ ഒന്ന് കളിച്ചിട്ട് പോകുന്നൊരു പിന്നെ ഒരു ആദ്യം കണ്ടം ക്രിക്കറ്റിൽ കളിക്കുമ്പോൾ കൂടി ഇതിനേക്കാൾ ആൾക്കാർ ബോൾ വെറുക്കാനും ഉണ്ടാവും എന്ന് പറയേണ്ടി വരും. ആ ഒരു അവസ്ഥയിലേക്കാണ് ഇങ്ങനെ പോയത് മത്സരത്തിന്റെ തുടക്കത്തിലൊക്കെ കാണുമ്പോൾ. തീർച്ചയായും ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആദ്യ 2 മത്സരം ഇപ്പോൾ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്കെതിരെയും പാകിസ്ഥാൻ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം. അത് കഴിഞ്ഞിട്ട് ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരം മഴ മൂലം ഉപേക്ഷിക്കപ്പെടുന്നു. ആ മത്സരത്തിന് മുമ്പ് വേറൊരു രസകരമായ ഒരു ഫറൂഖ് അലി എന്ന് പറയുന്ന ഒരു ആരാധകൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം 3 ടിക്കറ്റുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ആളുകൾക്ക് വെറുതെ കൊടുത്തിട്ട് പോലും ഈ ടിക്കറ്റ് ആളുകൾ വാങ്ങുന്നില്ല എന്നുള്ളതാണ്. അതായത് ഓൾറെഡി ഇന്ത്യനായിട്ട് പരാജയപ്പെട്ടത് എത്രത്തോളം പാക് ക്രിക്കറ്റിനെ ബാധിച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമായത്. അപ്പൊ ഈ ഒരു തരത്തിൽ ഇന്ത്യ പോലുള്ള ഒരു ഇപ്പൊ ഏറ്റവും ക്രിക്കറ്റിൽ ലോക ക്രിക്കറ്റിൽ ശക്തരായി നിൽക്കുന്ന ഒരു ടീമിനെതിരെ ഒരു പ്ലാനും ഇല്ലാതെ കളിക്കുന്ന ഒരു പാകിസ്ഥാനാണ് നമ്മൾ കണ്ടത്. ഒരു ആവേശം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം ഇതിനേക്കാളും മികച്ചൊരു ആവേശം. ബംഗ്ലാദേശ് താരങ്ങൾക്ക് ജയിക്കാനുള്ള ത്വരയുണ്ടായിരുന്നു. അവർക്ക് ജയിക്കും. പിന്നെ ഒരു ഇടക്കാൽ ഒരു മധ്യ ഓവറുകളെങ്കിലും അടിച്ചു പിടിച്ചു നിൽക്കാനും പറ്റിയിരുന്നു. ഇവിടെ നേരെ തിരിച്ചായിരുന്നു. കഴിവുറ്റ ഒരുപറ്റം താരങ്ങളായിരുന്നു ആ ടീമിലുള്ളത്. പക്ഷെ അവർക്കൊന്നും ഒരു തങ്ങളുടെ പ്രകടനത്തിൻ്റെ പിന്നെ ഏലത്ത് വരെ എത്താൻ പറ്റാത്ത രീതിയിലേക്കാണ് അവർ ഉണ്ടായിരുന്നത്. അതാണ് വിമർശനങ്ങൾക്ക് ഇടയാക്കിയത്. ഷഹീൻ അഫ്രീദി ആയാലും പിന്നെ റിസ്വാൻ ആയാലും എല്ലാവരും വിമർശനങ്ങൾ കേട്ടതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ക്യാപ്റ്റൻ ഉൾപ്പെടെ എന്ത് ടീമിനെ കൊണ്ട് കളിക്കുകയാണെന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. അല്ലേ, മറ്റൊരു കാര്യം, ഇത് ചാമ്പ്യൻസ് ട്രോഫിയിലൂടെ ലക്ഷ്യമിട്ട റവന്യൂ നഷ്ടം സംഭവിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ TV വ്യൂവർഷിപ്പ് ഭയങ്കരമായിട്ട് കുറയുന്നു. മാത്രമല്ല സ്പോൺസേഴ്സ് ഒക്കെ ക്യാമ്പയിൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അപ്പൊ ആ ഒരു തരത്തില് കൃത്യമായി പറയുകയാണെങ്കിൽ പൂർണ്ണമായും പാകിസ്ഥാൻ ഒരു നഷ്ടക്കച്ചവടമായി ഈ ചാമ്പ്യൻസ് ട്രോഫി മാറി എന്ന് വേണം. നമ്മൾ ഈ ചാമ്പ്യൻസ് ട്രോഫി വരുമ്പോൾ തന്നെ പ്രതീക്ഷിക്കുന്നത് അത് ഇന്ത്യ കളിക്കണമെന്ന്, പാകിസ്ഥാൻ അവിടെ കളിക്കണമെന്ന് പറയാനും കാരണം ഈ സാമ്പത്തികം തന്നെയാണല്ലോ, പരസ്യം വരുമാനം തന്നെയാണ്. ഒരു ടൂർണമെൻറ്റ് വിജയിക്കണം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ സംഘാടകർക്ക് കിട്ടുന്ന ഒരു പരസ്യ വരുമാനത്തിൻ്റെ കാര്യം തന്നെയാണ്. പാക് ക്രിക്കറ്റിന് ഉണർവുണ്ടാകുന്നത് നമ്മൾ പ്രതീക്ഷിച്ചത് ഇതുകൊണ്ട് തന്നെയാണ്. ഒരു ടൂർണമെൻറ്റ് നടക്കുമ്പോൾ വിജയത്തിൽ മാത്രമല്ല, ഇങ്ങനത്തെ വരുന്നതോട് കൂടി തന്നെ ആഭ്യന്തര ക്രിക്കറ്റിനെ പരിപോഷിപ്പിക്കാനും ആ ക്രിക്കറ്റിനെ വളർത്താനും രാജ്യത്തിന് കഴിയുമായിരുന്നു. പക്ഷേ അതിന് യാതൊരു സാധ്യതയും ഇപ്പം പാകിസ്ഥാനിൽ കണ്ടിട്ടില്ല. ഇപ്പം 96 ഒരു ടൂർണമെൻറ്റ് വന്നു എന്ന് നാളെ പറയുമ്പോൾ കണക്കിൽ നമ്മുടെ ചരിത്രം നോക്കുമ്പോൾ 2009 ICC ടൂർണമെൻറ്റ് പാകിസ്ഥാനിലായിരുന്നു എന്ന് പറയാം. ഇപ്പം എല്ലാ താരങ്ങളുടെയും ജേഴ്സിയിൽ, എല്ലാ ടീമുകളുടെയും ജേഴ്സിയിൽ ICC ചാമ്പ്യൻസ് ട്രോഫി 2009 പാകിസ്ഥാൻ എഴുതിയിട്ടുണ്ടെന്ന് പറയാം. അതല്ലാണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ പറഞ്ഞാൽ 7 മത്സരങ്ങൾ മാത്രമാണ് നടന്നത്. അതും ഗ്രൂപ്പ് മത്സരങ്ങൾ കൂടുതലാണ്. ഒരു സെമി ഫൈനൽ മാത്രമാണ്. മറ്റൊരു സെമി ഫൈനലും ഉൾപ്പെടെ നടക്കുന്നത് ദുബായിലാണ്. ദുബായിലേക്ക് ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. അപ്പം മത്സരങ്ങൾ പേപ്പറിൽ മാത്രം പാകിസ്ഥാനിലും ആവേശവും കാണികളും ദുബായിലുമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായും ഇപ്പോൾ ഇത്രയും കാലത്തിന് ശേഷം ഒരു ടൂർണമെന്റ് നടക്കുമ്പോൾ, ICC ഇവന്റ് നടക്കുമ്പോൾ പാക് ക്രിക്കറ്റ് വളരുന്നു എന്നതിന് പകരം പാക് ക്രിക്കറ്റിന് അതൊരു തകർച്ചയായി എന്നാണ് ഒരു മൊത്തത്തിൽ വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ പല പ്രമുഖരും, അവിടെയുള്ള പാകിസ്ഥാനിലുള്ള പല പ്രമുഖരും ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ആളുകളും ഇപ്പോൾ നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു മോശം പ്രകടനം തുടർന്നു കഴിഞ്ഞാൽ ഇനി വരുന്ന ആരാധകരും തലമുറയും എല്ലാം ഈ ഒരു ക്രിക്കറ്റ് എന്ന് പറയുന്ന സ്പോർട്ടിനോട് താല്പര്യമുള്ള ഇല്ലാത്ത ആളുകളായിട്ട് മാറുന്നുള്ളതാണ്. ആ താല്പര്യം നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ പാകിസ്ഥാനിൽ ഹോക്കി അസ്തമിച്ചു എന്ന് പറയുന്നുണ്ട്. ഇപ്പം അതുപോലെ തന്നെ ക്രിക്കറ്റും അസ്തമിക്കുന്നത് ആശങ്കപ്പെടുന്ന ഒരു ഏറിയാണ്. അതിന് കുറ്റം പറയാൻ പറ്റില്ല. ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് നിലവിലാവസ്ഥയിൽ. തീർച്ചയായും അത് അത്തരത്തിലുള്ള വിലയിരുത്തലുകളെല്ലാം വരുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ദുബായിൽ പോലുള്ളൊരു ഗ്രൗണ്ടിൽ ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ നടക്കാൻ പോകുന്നു. ഫൈനലിന്റെ ടിക്കറ്റ് 2 മണിക്കൂറിനുള്ളിൽ, ഇപ്പോൾ സെമി മത്സരം കാണാൻ ആളില്ല എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് ഫൈനൽ മത്സരത്തിന്റെ ടിക്കറ്റ് 2 മണിക്കൂറിനകം വിറ്റുപോയി എന്ന് പറയുന്നത്. തീർച്ചയായും ഇത് എനിക്ക് തോന്നുന്നത് ചാമ്പ്യൻസ് ട്രോഫി നടത്തിപ്പ് പാക് ക്രിക്കറ്റിന്റെ തകർച്ചയുടെ ഒരു അവസാനത്തെ ഒരു ആണിക്കല്ലടിക്കുന്ന രീതിയിലായി മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും.